ഈ കള്ളക്കടൽ മുന്നറിയിപ്പ് എന്നുള്ളത് എന്താണ് എന്ന് നോക്കി തന്നെ നമുക്ക് തുടങ്ങാം. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരളത്തിന്റെ തീരദേശങ്ങളിൽ ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. റെഡ് അലേർട്ട് അത് തുടരുന്നു. 1.5 മീറ്റർ ഉയരത്തിൽ വരെ ഈ തിരമാല ശക്തി പ്രാപിച്ചെത്തിയേക്കാം എന്നുള്ളതാണ് വിലയിരുത്തൽ. വള്ളം, വല എന്നിങ്ങനെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, അതായത് ബീച്ചുകളിൽ നിരോധനമാണ്. ആരും ഇന്ന് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ഒപ്പം കാസർഗോഡ് നിന്ന് KV ബൈജുവും നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കാം ഉണ്ട്. ആദ്യം ഞാൻ കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ നമ്മൾ മലയാളികൾക്ക് അത്രമാത്രം പരിചിതമൊന്നുമല്ല ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞാൽ അത് സുനാമിയാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ സുനാമി അല്ല. അപ്പോൾ എന്നാലും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് റെഡ് അലർട്ട് നിലനിൽക്കുന്നു. കാസർഗോഡ് ഒരു സാഹചര്യം എന്താണ്? തീർച്ചയായും എൽദോ, കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതായത് തീരദേശ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ബേക്കൽ, പള്ളിക്കര ബീച്ച്, ഒപ്പം ഹോസ്ദുർഗ് കൈറ്റ് ബീച്ച്, കണ്ണുതീർത്ത, ചെമ്പരിക്ക, അതായത് തൈക്കടപ്പുറം, അഴീത്തല എന്നിവിടങ്ങളിലാണ് പൂർണ്ണമായും ഇത്തരത്തിൽ സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീരപ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി തുറക്കാൻ ജില്ലാ കലക്ടർ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജാഗ്രതയാണ് തീരപ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. നമുക്കറിയാം, കാലവർഷത്തിൽ വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കാലവർഷത്തിൽ തകർന്നടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊപ്പമാണ് ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസം കൂടി വന്നിരിക്കുന്നത്. മാത്രമല്ല 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ചെറിയ വള്ളങ്ങൾ, ഒപ്പം യാനങ്ങളിലും മത്സ്യബന്ധനം, അതായത് രാത്രി 10 മണിക്ക് ശേഷമുള്ള മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദുരന്ത നിവാരണ കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വിനോദസഞ്ചാര മേഖല, തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലെല്ലാം ഇത്തരത്തിൽ നിരോധനമുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പ്. പ്രത്യേകിച്ച് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് പള്ളിക്കര ബീച്ചിൽ, ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെ ഒരു ജില്ല മുഴുവൻ 65 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്നതാണ്. തീരപ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ്. മാത്രമല്ല, പലയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പുലർത്തണം. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിനായി പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പുകളും ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരെയും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എൽദോ, KV ബൈജു ആണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഈ കാസർഗോഡൊക്കെ ബേക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത തുടരുന്നു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ തിരുവനന്തപുരത്ത് ഒരുപാട് ബീച്ചുകൾ, പ്രത്യേകിച്ചും ശംഖുമുഖം, നമ്മുടെ കോവളം ഉൾപ്പെടെയുള്ള ബീച്ചുകളുണ്ട്. ഒരുപാട് സഞ്ചാരികൾ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ വൈകുന്നേരങ്ങളൊക്കെ ഇറങ്ങാനെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? കഴിഞ്ഞ ദിവസം തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മളിപ്പോൾ വലിയതുറയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളിൽ ഭൂരിഭാഗവും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകും എന്ന ആ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഈ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ വള്ളങ്ങൾ കരയിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങളുണ്ടായത്. അവരുടെ വള്ളങ്ങളും വലയും ഉൾപ്പെടെ ഉപകരണങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ വരെ കടൽത്തിര ഉയരാം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ തവണ ഇങ്ങനെ ഈ പ്രതിഭാസമുണ്ടായപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വീടുകളിലേക്ക് ജലം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആഗോളതാപനത്തിന്റെ ഒക്കെയും ഫലമായി നേരത്തെ വല്ലപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസം, വേനൽക്കാലത്ത് ഇങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകാറുണ്ട്. അത് കടലിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വല്ലപ്പോഴും സംഭവിച്ചിരുന്നത്. ഇപ്പോൾ തുടർച്ചയായി സംഭവിക്കുന്നു എന്നത് മത്സ്യത്തൊഴിലാളികളെ വല്ലാതെ അലട്ടുകയും ചെയ്യുന്നു. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കള്ളക്കടൽ എന്താണ് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇങ്ങനെ ഏവരും നോക്കുന്നു. അപ്പോൾ എന്താണ് കള്ളക്കടൽ എന്ന് നമുക്ക് നോക്കാം. ഈ
സമുദ്ര ഉപരിതലത്തിലെ മാറ്റങ്ങളെ തുടർന്ന്, അത് കാലാവസ്ഥയെ തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകൾ, അത് ആണ് ഈ കള്ളക്കടലിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, കാറ്റോ മഴ അങ്ങനെയൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് ആഞ്ഞടിക്കും. അപ്പോൾ അതാണ് കള്ളക്കടൽ. അത് നമുക്ക് വിശദീകരിച്ച് തരും ഐഷത്തുൽ ഷംന ന്യൂസ് 18 കുടുംബത്തിലെ പുതിയ അംഗമാണ്. ഷംന വിവരിക്കും. എക്സ്പ്ലെയിനർ. കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണം ശക്തമായ കടലാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് കള്ളക്കടൽ? സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. സുനാമി സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സുനാമിയുമായി സാമ്യതകൾ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുണ്ട്. എങ്കിലും സുനാമിയോളം ഭീകരനല്ല, പക്ഷേ അത്ര നിസ്സാരക്കാരനുമല്ല. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. 2018 കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കള്ളക്കടൽ ഉണ്ടാക്കിയത്. 100 കണക്കിന് വീടുകളാണ് അന്ന് തകർന്നത്. ഈ സമയത്ത് തീരദേശവാസികളും തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃത്യമായ ജാഗ്രത പാലിക്കണം.